ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭകാലത്തെ പ്രമേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജീനു ബാബുവാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർഭകാല പ്രമേഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വിഷയം. ഗർഭകാല പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഗർഭകാല പ്രമേഹം, അല്ലെങ്കിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നെല്ലാം അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഡോക്ടർ. പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ആദ്യമായി കണ്ടുവരുന്ന ഒരു പ്രമേഹത്തിനാണ് ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസിയിലെ ഏത് സമയത്തും കണ്ടു തുടങ്ങാം. ആദ്യത്തെ മാസങ്ങൾ തൊട്ട് 3-ാം മാസത്തിലോ 5-ാം മാസത്തിലോ ഒക്കെ കണ്ടുവരാം. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത് സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രഗ്നൻസിയിലുള്ളൊരു പ്രശ്നമാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് പ്രഗ്നൻസിക്ക് മുൻപേ ഡയബറ്റിസ് ഉള്ളവരുണ്ടായിരിക്കാം, അതിന് പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. ചിലർക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷമായിരിക്കും ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നത്. ചിലർക്ക് നേരത്തെ ഉണ്ടായിരിക്കാം, പക്ഷേ ആദ്യമായി കണ്ടുപിടിക്കുന്നത് പ്രഗ്നൻസിയിലായിരിക്കാം. അങ്ങനെ പലതരത്തിലും പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ അമിതവണ്ണമുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഹൈറ്റ് റേഷ്യോ കൂടുതലുള്ളവരാണ്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഡയബറ്റിസിൻ്റെ ഹിസ്റ്ററി ഉള്ളവരാണ്, PCOD ഉള്ളവരാണ്, എന്നിവർക്കൊക്കെയാണ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ളത്. എന്നാൽ രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസി അല്ലെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഫസ്റ്റ് ബേബിയുടെ വെയിറ്റ് 4.5 കിലോയ്ക്ക് മുകളിലാണെങ്കിലും അവർക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ PCOD, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ്, ഒബീസിറ്റി, ഇതെല്ലാം ഡയബറ്റിസ് പ്രഗ്നൻസിയിൽ വരാനുള്ളതിൻ്റെ സാധ്യതകൾ കൂട്ടുന്നു. ഇതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്വിൻ പ്രഗ്നൻസിയിലൊക്കെ, അല്ലെങ്കിൽ ഏജ് കൂടുന്നത് 35 ഇയേഴ്സിന് മുകളിൽ ഗർഭിണിയുടെ പ്രായം കൂടിക്കഴിഞ്ഞാലും പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ PCOD ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാം ഗർഭമാണെങ്കിൽ ആദ്യത്തേതിൽ ഇത്തരത്തിൽ കുട്ടിക്ക് വെയിറ്റ് കൂടുതലാണെങ്കിലൊക്കെ ഇത്തരത്തിൽ പ്രമേഹം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ ഡോക്ടർ ഇത്തരത്തിൽ പ്രമേഹം വരും? എപ്പോൾ മുതലാണ് നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ടുള്ള രീതിയിൽ നടക്കാതിരിക്കുമ്പോഴാണ് പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം കണ്ടുവരുന്നത്. അത് ഗർഭിണികളെല്ലാവരും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഗർഭിണികൾക്കും അത് കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏഷ്യൻ പോപ്പുലേഷനിൽ ഡയബറ്റിസിൻ്റെ പ്രിവലൻസ് വളരെ കൂടുതലാണ്. അപ്പം മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഫസ്റ്റ് പ്രഗ്നൻസി വിസിറ്റിൽ തന്നെ നമ്മൾ ഡയബറ്റിസ് ഉണ്ടോ എന്നുള്ള പരിശോധനകൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ സൊസൈറ്റികളുടെയൊക്കെ ഒരു സ്റ്റഡീസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിസിറ്റിൽ ഒരു ഗർഭിണി നമ്മുടെ OPയിലോട്ട് നടന്നു വരുമ്പോൾ തന്നെ അവർക്ക് ഒരു ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, GTT എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞവർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പ്രീവിയസ് മീൽ, അതായത് അവർ നേരത്തെ ആഹാരം കഴിച്ചതാണോ അല്ലെങ്കിൽ കഴിച്ചില്ലയോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വിസിറ്റിൽ ഒരു ഗർഭിണി ഒരു ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു ഗ്ലൂക്കോസ് ലോഡ് നമ്മൾ കൊടുത്തതിന് ശേഷം അവരുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് പരിശോധിക്കേണ്ടതായിട്ട് ഉള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ ആ 2 മണിക്കൂറിന് ശേഷം ബ്ലഡിൻ്റെ വാല്യൂ 140ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗർഭിണികളും നിർബന്ധമായിട്ടും പ്രഗ്നൻസിയിൽ അത് ചെയ്തിരിക്കണം. ഇപ്പം ആദ്യത്തെ ടെസ്റ്റിൽ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. 24 തൊട്ട് 28 ആഴ്ച, അതായത് ഒരു 6-7 മാസത്തിനിടയ്ക്കും 8 മാസത്തിനിടയ്ക്ക് നമ്മൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടും നമ്മൾ പറയാറുണ്ട്. കാരണം പ്രഗ്നൻസി മുൻപോട്ട് പോകുന്നതനുസരിച്ച് നോർമലി ഒരു 24 to 28 വീക്സിലാണ് ഡയബറ്റിസ് വരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തും 9-ാം മാസത്തിനോടടുത്തും ഈ ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടതാണ്, ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നറിയാനായിട്ട്. ഒരിക്കലത് ഹൈ വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റ് അല്ല, അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റിങ്ങും PPBS അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ്, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറുള്ള പരിശോധനകളാണ് നോർമലായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ടത്. പിന്നെ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പ്രഗ്നൻസിക്ക് മുൻപ് ഡയബറ്റിസ് ഉള്ളവർക്ക് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം HbA1cയുടെ വാല്യൂ, അതായത് നമ്മുടെ
ബ്ലഡിലുള്ള ഷുഗർ കൺട്രോൾ പ്രീവിയസ് 3 മന്ത്സിലുള്ള ഷുഗർ കൺട്രോൾ നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 6.5 കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഡയബറ്റിക് ആയിരുന്നു എന്നാണ്. ഇതിൻ്റെ വാല്യൂ 8 അല്ലെങ്കിൽ 10 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് വിസിറ്റിൽ ഷുഗേഴ്സ് കാണിക്കുന്നവർക്ക് നമ്മളൊരു HbA1c എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും കൂടെ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തീർച്ചയായും ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു ചോദ്യം അല്ല, ഒരു സംശയമാണ്. ഇത്തരത്തിലുള്ള ഈ ഗർഭകാലത്തെ ഇപ്പോൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഈ പാരമ്പര്യമായി വരുന്നതാണോ ഡോക്ടർ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? നോർമലായിട്ട് ഒരു ആൾക്ക് നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് പോളിയൂറിയ, അതായത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ്റെ അളവ് കൂടുക, പോളിഡിപ്സിയ അല്ലെങ്കിൽ ദാഹം കൂടുക, പോളിഫേജിയ വിശപ്പ് കൂടുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് നോർമലായിട്ട് ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് പലരിലും ഡയഗ്നോസിസിൽ നമ്മൾ എത്തുന്നത്. എന്നാൽ ഗർഭിണികൾക്ക് പ്രഗ്നൻസിയിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടോയെന്ന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. മിക്ക ഗർഭിണികൾക്കും ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടാകും, പക്ഷേ സിംറ്റംസ് ഇല്ലാതെയും ചിലർക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസിന് ലക്ഷണങ്ങളില്ലെങ്കിലും ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് നമ്മളതിൻ്റെ ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്നൊരു സംശയമായിരിക്കും, അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുമെന്ന്, പ്രത്യേകിച്ച് ഗർഭകാലത്തെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ ഡോക്ടർ? ഡയബറ്റീസിൻ്റെ മെയിൻ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഡയറ്റ് കൺട്രോൾ ആണ്. അത് പ്രഗ്നൻ്റ് ആയാലും അല്ലെങ്കിലും ഡയറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ചിലരുടെ ഡയബറ്റീസിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഷുഗർ വാല്യൂസ് നോക്കുമ്പോൾ ഒരു 200 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവർക്ക് ഒരു ഡയറ്റ് കൺട്രോൾ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ഡയറ്റ് കൺട്രോൾ ഒരു ഗർഭിണിയുടെ അടുത്ത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നോർമലി ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈ ഷുഗേഴ്സ് കാണിക്കുന്ന ഗർഭിണികൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആണ്. അതായത് 3 മെയിൻ മീൽസ് ആൻഡ് 3 സ്നാക്സ്. അവർ 3 മെയിൻ മീൽസിനോടൊപ്പം തന്നെ 3 സ്നാക്സ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അവർ പ്രധാനമായിട്ടും അവരുടെ ഡയറ്റിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നല്ല രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ അരി ആഹാരങ്ങളൊക്കെ ഡയറ്റിൽ നല്ല രീതിയിൽ കുറയ്ക്കുക. എന്നാൽ പ്രോട്ടീൻ, ഫൈബർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും അളവ് കൂടുതലായിട്ട്, ഫാറ്റിൻ്റെ അളവ്, ഹെൽത്തി ഫാറ്റ്സും നമുക്ക് പ്രഗ്നൻസിയിൽ നല്ല രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഡയറ്റ് തന്നെയാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 1 or 2 വീക്സ് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ വാല്യൂ നോർമൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറ്റ് റെസ്ട്രിക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ കൺട്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ PCOD ഉള്ളവർക്ക് അല്ലെങ്കിൽ ആദ്യ പ്രസവത്തിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നവർക്കെല്ലാം ഇത് 2ാം പ്രസവത്തിൽ അല്ലെങ്കിൽ പ്രസവ സമയത്തെല്ലാം ഇത്തരത്തിൽ ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ ഡോക്ടർ, ഇത് എപ്പോഴായിരിക്കും, ഇപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ ടെസ്റ്റ് നടത്തേണ്ടതിനെ പറ്റിയും ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു, അപ്പോൾ എപ്പോഴായിരിക്കും ഇത് കൂടുതൽ സീരിയസ് ആവുക, അല്ലെങ്കിൽ ഇതിൻ്റെ സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഇതൊരു അപകട സാധ്യതയുള്ളതാണോ? അതെ, പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നത് കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ് പ്രഗ്നൻസി ഡയബറ്റീസ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതിപ്പം ആദ്യത്തെ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഷുഗേഴ്സ് അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാൻ, പ്രത്യേകിച്ച് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, കാർഡിയാക് അനോമലീസ്, അങ്ങനെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. കൂടുതലായിട്ടും കാണുന്നത് ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രശ്നങ്ങളും ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തുള്ള വൈകല്യങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഷുഗേഴ്സ് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ 3 മാസങ്ങളിൽ മിസ്കാരേജ് റിസ്ക് അല്ലെങ്കിൽ അബോഷൻ റിസ്ക് വളരെ കൂടുതലായിരിക്കും. വളർച്ചയില്ലാത്ത പ്രഗ്നൻസി, മിസ്ഡ് അബോഷനൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ചിലർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡിങ് വരും, സ്പോണ്ടേനിയസ് അബോഷൻ എന്ന് പറയും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇത് ഫസ്റ്റ് 3 മന്ത്സ്. ഫസ്റ്റ് 3 മന്ത്സിന് ശേഷം ഷുഗേഴ്സ് ഹൈ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. വൈകല്യങ്ങളോടൊപ്പം തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഡയബറ്റിസ് ഉള്ള അമ്മമാരിൽ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി പീരീഡ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ഫ്ലൂയിഡിൻ്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വയറിന് വേദന പെട്ടെന്ന് വരാനും ഫ്ലൂയിഡ് ബ്രേക്ക് ആവാനും പ്രീറ്റമായിട്ട് ഡെലിവറി ആകാനും ഒക്കെയുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന് വളർച്ച കൂടാൻ മാക്രോസോമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. മാക്രോസോമിയ അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്.
അതോടൊപ്പം തന്നെ ഡെലിവറി ടൈമിൽ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയും, കുഞ്ഞിൻ്റെ തല വന്നതിന് ശേഷം ഷോൾഡർ വരാനുള്ള കാരണം ഡയബറ്റിസ് ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ഷോൾഡറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ തല വന്നതിന് ശേഷം ഷോൾഡർ വരാനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്നൊക്കെ പറയും, കയ്യിലെ നാഡികൾക്കൊക്കെ ക്ഷതമേൽക്കാനും അത് പിന്നീട് കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കൈക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റിസ് അമ്മയ്ക്ക് അൺകൺട്രോൾഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബേബിക്ക് ഗ്ലൂക്കോസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ബേബിയുടെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബേബിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന് ബ്ലഡ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത, ശ്വാസമുട്ടൽ, ശ്വാസകോശം വികസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഡയബറ്റിസ് ഉള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉള്ളവരിലാണ്. എന്നാൽ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായും ഡോക്ടർ, ഞാൻ മറ്റു ചോദ്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ സംശയവുമായി ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് വർഗീസ് ആണ്. വർഗീസ്, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ 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 പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത് ഇപ്പോ എന്റെ വൈഫ്, ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, 1 കൊല്ലായി. ഓക്കെ. അപ്പോ എനിക്കിപ്പോ അറിയണത് ഇനിയിപ്പോ ഒരാളിപ്പോ ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഹാര, അതായത് ഫുഡൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ. പ്രഗ്നൻസി ആയതിനു ശേഷം പ്രഗ്നൻസി ആയതിനു ശേഷമുള്ള ഫുഡാണോ? അതെ, ഫുഡാണ്. അതെ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നോർമലായിട്ട് ഗർഭിണികൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാലറീസ് കൂടുതൽ എടുക്കേണ്ടതുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ പ്രോട്ടീൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് മെർക്കുറി കണ്ടൻറ്റ് കൂടിയിട്ടുള്ള ഫിഷ് ഉണ്ടാവും, അതായത് ട്യൂണ ഒക്കെ പോലത്തെ ഫിഷ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പഴുക്കാത്ത പൈനാപ്പിൾ, പപ്പായ എന്നിങ്ങനെയുള്ളതൊക്കെ ആദ്യത്തെ മാസങ്ങളിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നോർമലായിട്ടുള്ള ബാക്കി എല്ലാ ഫുഡും നമുക്ക് പ്രഗ്നൻസിയിൽ എടുക്കാവുന്നതാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം കുറച്ചൊരു 300 കാലറീസ് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട്. ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെയാണ് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടത്. ഡോക്ടർ, നമ്മൾ അപകട സാധ്യതയെക്കുറിച്ചൊക്കെ കോളറിന് മുന്നേ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങളിലൂടെ ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും ഡോക്ടർ? ഡയബറ്റിസിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് കൺട്രോൾ ആൻഡ് എക്സസൈസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റ് റെസ്ട്രിക്ഷൻ, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക, മറ്റ് ഫുഡ്സും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക, പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് എടുക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ നമ്മൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ 3 മീൽസ് ആൻഡ് 3 സ്നാക്സ് എന്നിങ്ങനെയുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 1 or 2 വീക്സ് ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗേഴ്സ് ടെസ്റ്റ് ചെയ്യുക. ഷുഗേഴ്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നോർമൽ വാല്യൂസിലാവുകയാണെങ്കിൽ അവർക്ക് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാബ്ലറ്റ്സ് ആണ്. പ്രഗ്നൻസിയിൽ വളരെ മിനിമൽ ടാബ്ലറ്റ്സ് മാത്രമേ നമുക്ക് ഷുഗറിനായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ടാബ്ലറ്റ് എടുത്ത് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പ്രഗ്നൻസിയിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഷുഗേഴ്സ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ബേബിക്ക് ഉണ്ടാകുന്ന ഗ്രോത്ത് കൂടുതലായിട്ടുള്ള കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇൻസുലിൻ തന്നെയാണ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസിയിൽ ഡയബറ്റീസിന് നമ്മൾ കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ വ്യായാമം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും അവരുടെ പ്രഗ്നൻസിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ യൂട്രസ് ഓപ്പണായി വരുന്ന എന്തെങ്കിലും ഇൻകോമ്പീറ്റൻസ് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് കൂടുതലായിട്ട് അവർക്ക് പ്രഗ്നൻസിയിൽ അഡ്വൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഗർഭിണികൾക്കും ഓരോ ഡയറ്റിന് ശേഷം അല്ലെങ്കിൽ ഓരോ മീലിന് ശേഷവും ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുന്നത് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ബ്ലഡിലെ ഷുഗറിൻ്റെ വാല്യൂ നോർമൽ ആകുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ടാബ്ലറ്റ്സോ ഇൻസുലിനോ സ്റ്റാർട്ട് ചെയ്താൽ പോലും അതോടൊപ്പം തന്നെ ആഹാര നിയന്ത്രണവും എക്സസൈസും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻസുലിൻ അവൈലബിൾ ആണ്. ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ, ലോങ് ആക്ടിങ് ഇൻസുലിൻ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഡോക്ടർ നിർണ്ണയിക്കുന്നതനുസരിച്ചുള്ള ഇൻസുലിനാണ് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടത്. പ്രഗ്നൻസിയിലെ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് വരികയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് നല്ല കൺട്രോൾഡായിട്ട് നിർത്താനായിട്ടും സാധിക്കും. ഡോക്ടർ, അങ്ങനെയെങ്കിൽ ഒരു പ്രഗ്നൻസി പീരീഡിലെ നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയായിരിക്കും ഡോക്ടർ? നോർമലായിട്ട് നമ്മൾ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ലോഡിംഗ് ആണ് കൊടുക്കുന്നത് പ്രഗ്നൻസിയിൽ.
നമ്മൾ ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോർമലായിട്ടൊരു ഓവറായിട്ടൊരു ഗ്ലൂക്കോസ് ലോഡ് ഒരു ഗർഭിണിക്ക് നമ്മൾ കൊടുക്കുകയും ഫാസ്റ്റിങ്ങിൽ അവരുടെ വാല്യൂ 95-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം 140-ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ വാല്യൂ ആണ്. ഇത് ഗ്ലൂക്കോസ് ടെസ്റ്റിന് മാത്രമാണ് ഈ ഒരു വാല്യൂസ് നമ്മൾ പറയുന്നത്. വൺസ് നമ്മൾ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരുടെ ഗ്ലൂക്കോസ് മോണിറ്ററിങ് വീട്ടിൽ നമുക്ക് നോക്കാം. സെൽഫ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുന്നവരുണ്ട് ഗ്ലൂക്കോമീറ്ററിൽ, ചിലർ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ലെവൽ നോർമൽ ആയിട്ടും 95-നകത്ത് തന്നെ നിൽക്കേണ്ടതാണ്. ആഫ്റ്റർ ഫുഡ് 1 അവർ 140-ക്കകത്തും 2 അവേഴ്സ് 120-ക്കകത്തുമാണ് അതിൻ്റെ നോർമൽ വാല്യൂസ് നിൽക്കേണ്ടത്. അതിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ആണ്. അതിന് നമ്മൾ ഒന്നെങ്കിൽ ടാബ്ലറ്റിൻ്റെ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ ഈ പ്രസവ സമയത്തുള്ള പ്രമേഹം എന്ന് പറയുമ്പോൾ അത് പ്രസവശേഷം മാറുന്നതാണോ? ഇത് ചിലരിൽ പ്രസവശേഷവും തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? പ്രഗ്നൻസിക്ക് മുൻപ് ഡയബറ്റിസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഓവർ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവും ഷുഗർ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കാണാറുണ്ട്. എന്നാൽ ഫസ്റ്റ് ടൈം പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കുന്ന ഡയബറ്റിസ് ആണ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഷുഗേഴ്സ് വാല്യൂ യൂഷ്വലായിട്ട് നോർമൽ വാല്യൂയിലോട്ട് ഡെലിവറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ നോർമൽ വാല്യൂയിലോട്ട് വരേണ്ടതാണ്. എന്നാൽ പോലും നമ്മൾ ഒരു 6 വീക്സിൽ അല്ലെങ്കിൽ 6 to 12 വീക്സ് ആണ് പറയുന്നത്. 6 to 12 വീക്സിൽ ഷുഗേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് വരാനുള്ള സാധ്യതകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ റെയർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ മാത്രമേ അങ്ങനെ ഡയബറ്റിസ് കണ്ടിന്യൂ അല്ലെങ്കിൽ പെർസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ആ വാല്യൂസ് നോർമൽ ആണെങ്കിൽ പോലും ആനുവലി അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏർലി ഓൺസെറ്റ് ടൈപ്പ് 2 ഡയബറ്റിസ് അതല്ലെങ്കിൽ നമ്മൾ പ്രായമായവരിൽ വരുന്ന ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം ഗർഭാവസ്ഥയിൽ ഡയബറ്റിസ് വന്നവർക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനുവലി അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്നവർക്ക് വരുന്ന സംശയങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ ഡോക്ടർ? അപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ പ്രഗ്നൻസി ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിൻ്റെ 1 മാസം മുൻപ് തന്നെ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് എടുത്തിരിക്കേണ്ടതാണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് കണ്ടുപിടിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ ഫോളിക് ആസിഡ് ഹൈ ഡോസ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ 5 മില്ലിഗ്രാം ഹൈ ഡോസ് ഫോളിക് ആസിഡ് 12 വീക്സ് അല്ലെങ്കിൽ 3 മന്ത്സ് വരെ അവർ തുടരേണ്ടതാണ്. ഷുഗർ ടെസ്റ്റും തൈറോയ്ഡ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഷുഗറിൻ്റെ വാല്യൂ നോർമലാണോ, ഒരു റാൻഡം ഷുഗറോ അല്ലെങ്കിൽ HbA1c ടെസ്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നോർമലാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് അവരുടെ വെയിറ്റ് കുറച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. PCOD ഉള്ള സ്ത്രീകളുടെ അമിതവണ്ണം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ PCOD ഉള്ള സ്ത്രീകളുടെ ഡയബറ്റിസ് വരാനുള്ള സാധ്യതകളും കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കുന്നതിനും നമ്മൾ എടുക്കുന്ന മെഡിസിൻ്റെ ഡോസേജ് കുറയ്ക്കുന്നതിനും കുഞ്ഞിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടി പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ആവശ്യത്തിനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോളും എക്സസൈസും നമ്മൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഫോളിക് ആസിഡ് എടുക്കുക. ഇതൊക്കെയാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന എല്ലാ ഗർഭിണികളും നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, വളരെ വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഇന്നത്തെ ഹലോ ഡോക്ടർ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് പോലും ഇത്തരത്തിൽ അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമിൽ ഇത്തരത്തിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് ജനിക്കുന്ന കുഞ്ഞിന് ലൈഫ് ലോങ് ഡയബറ്റീസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം ആളുകൾ ആകുലപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? എനിക്ക് തോന്നുന്നു പലരിലും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയവും അതായിരിക്കും. അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ ഗർഭിണിയായ അമ്മയ്ക്ക് ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് കൂടാനുള്ള സാധ്യത അല്ലെങ്കിൽ മാക്രോസോമിയ അല്ലെങ്കിൽ 4 കിലോയ്ക്ക് മുകളിലൊക്കെ വെയിറ്റ് വരുന്ന കുഞ്ഞുങ്ങളിൽ വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡയബറ്റിസും അതുപോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, കൊളസ്ട്രോൾ കൂടി വരുന്നതും BP നേരത്തെ വരിക, ഇങ്ങനെയുള്ള മെറ്റബോളിക് പ്രശ്നങ്ങൾ വെയിറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് കൂടുതലുള്ള കുഞ്ഞുങ്ങളിൽ നേരത്തെ കണ്ടുവരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അപകട സാധ്യതകളെല്ലാം പറ്റി സംസാരിച്ചു. ഇത് പലപ്പോഴും ഇത്തരത്തിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? നമുക്ക് ഇതൊരു പ്രീ പ്രഗ്നൻസി ടൈമിലും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഡോക്ടർ?
പ്രീ പ്രഗ്നൻസി ടൈമിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ റെഗുലറായിട്ട് എല്ലാ സ്ത്രീകളും 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ എങ്കിലും ടെസ്റ്റുകളെല്ലാം ചെയ്തിരിക്കേണ്ടതാണ്. ഷുഗറിൻ്റെ വാല്യൂ നോർമലാണോ, ഫാമിലി ഹിസ്റ്ററി, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് വീട്ടിൽ സഹോദരിമാർക്ക്, അമ്മയ്ക്ക് എല്ലാവർക്കും ഡയബറ്റീസ് ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരതെല്ലാം ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപും അതിൻ്റെ വാല്യൂസ് നോർമലാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നിട്ട് മാത്രമേ നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഡയബറ്റീസ് അല്ലാതെ നമ്മൾ ഗർഭകാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഡോക്ടർ? പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരുന്ന സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിൽ ഷുഗറും അതോടൊപ്പം തന്നെ വരാനായിട്ടുള്ള സാധ്യതകൾ, BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസിയിൽ ഷുഗർ ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇത്തരം കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിലും ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി പോലെയുള്ളവരിലും ഏജ് കൂടിയിട്ടുള്ള പ്രഗ്നൻസി 35 40 ഇയേഴ്സിലൊക്കെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുന്നവരിലും ഒക്കെ BP കൂടുതൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡിൻ്റെ വാല്യൂയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളിൽ വളരെ കൂടുതലാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ അതും പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് അമ്മയുടെ തൈറോയ്ഡ് വാല്യൂ നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കേണ്ടതാണ്. തൈറോയിഡിൻ്റെ വാല്യൂസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഹോർമോൺ സപ്ലിമെൻറ്റേഷൻ എടുത്ത് വാല്യൂ നോർമൽ ആയതിനു ശേഷം മാത്രമാണ് പ്രഗ്നൻസിക്ക് നമ്മൾ നോക്കേണ്ടത്. കാരണം തൈറോയിഡിൻ്റെ വാല്യൂ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ IQ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ, പ്രഗ്നൻസി വളർച്ചയില്ലാതെ ആകാനും അതൊരു മിസ്ഡ് അബോർഷൻ ആകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. ഗർഭകാലത്തെ പ്രമേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം യാന വുമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്ററിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജീനു ബാബുവായിരുന്നു. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.